അപ്പോ പെണ്ണുങ്ങളോട് ഭർത്താവ് പറഞ്ഞു, അവരെല്ലാം നല്ല സമ്പത്തല്ലുള്ള ആളല്ലേ, നമ്മൾ അങ്ങനെയല്ലല്ലോ, നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം, അള്ളാഹു ഒരു ബൈ തുറക്കാണ്ടിക്കൂല, നിങ്ങൾ ഇങ്ങനെ അള്ളാഹ് ബൈ തുറക്കും അള്ളാഹ് ബൈ തുറക്കുന്നുണ്ട് അവിടെ നിന്നോ പെണ്ണുങ്ങൾ. രണ്ടാമത്തെ വർത്താനം. പിന്നെ അതങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പെണ്ണുങ്ങൾ മൂക്ക് പിടിക്കാൻ തുടങ്ങും, പെണ്ണുങ്ങൾ കണ്ണ് നിറയാൻ തുടങ്ങും, പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങും. ഇയാളെന്തോ പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് നോക്കാം, അൽഹംദുലില്ലാഹ് നോക്കാം, ഒരു വഴി നോക്കാം, ഞാനും ആ ടെൻഷനിലാണ് പറഞ്ഞത്. അതൊന്നും പോരാ, പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും, സമ്മർദ്ദത്തിലായിക്കൊണ്ടേയിരിക്കും. സ്ഥലം വാങ്ങണം, പുര കെട്ടണം, പെയിന്റ് മാറ്റണം, അതിങ്ങനെ മാറ്റണം, പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കുമ്പോൾ ഇയാൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ, വർത്താനം പറഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങും. അങ്ങനെ കരഞ്ഞാൽ ആ കരച്ചിലിന് ശബ്ദം കൂടും. നീ കരയില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെയും കരയും. അത് കേട്ടിട്ട് മക്കൾ ഉറങ്ങാൻ കിടന്ന മക്കളടക്കം എഴുന്നേറ്റ് വരും. ഉമ്മ കരയുന്ന കേട്ടിട്ട് മക്കള് കരുതും ഉപ്പ എന്തോ അടിച്ചിട്ടാ മറ്റേ കരയുന്നത്. കൂട്ടത്തിൽ അവരും കരയും. അവര് കരഞ്ഞാൽ ആ വീട്ടിൽ കൂട്ടക്കരച്ചിലാണ്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ ഇങ്ങനെ കൽബ് പൊട്ടുകയാണ്. നിങ്ങൾക്ക് കരയാം, നിങ്ങൾക്ക് വാശി പിടിക്കാം, അത് വേണം ഇത് വേണമെന്ന് നിങ്ങൾക്ക് ഭർത്താവിനോട് വാശി പിടിച്ചു പറയാം. നിങ്ങൾക്ക് മാറത്തടിക്കാം, മുടി പറിച്ചിടാം, അട്ടഹസിക്കാം. മക്കളെയും ചേർത്തു പിടിച്ച് ഞാനും എന്റെ മക്കളും മരിച്ചു കളയൂന്ന് വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം. പക്ഷെ പൊരയിൽ ആണായിട്ട് നിൽക്കുന്ന ഈ ഭർത്താവില്ലേ, ഇയാൾക്ക് കരയാൻ അവകാശമില്ല, ഇയാൾക്ക് കണ്ണ് നിറയാൻ പറ്റില്ല. ബാപ്പ ഒരു വീട്ടിൽ നിന്ന് കരഞ്ഞാൽ ആ വീട് പിന്നെന്തിനാ കൊള്ളുക? അതുകൊണ്ട് സിംഹം നിൽക്കണത് പോലെ ധൈര്യത്തോടെ എല്ലാം സഹിച്ചിട്ട് ഇയാൾ ഇങ്ങനെ നിൽക്കണം. കരയാൻ പോലും വീട്ടിൽ അവകാശമില്ല. അങ്ങനെ മുഴുവൻ സമ്മർദ്ദങ്ങളും കൽബിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഭർത്താക്കന്മാർ അറ്റാക്കായി അടിച്ചു പോകുന്നത്, പെട്ടെന്ന് തീർന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം നമ്മുടെ ഭർത്താക്കന്മാർ.